നിങ്ങളിപ്പോൾ പീരിയഡ്സിൻ്റെ മൂഡ് സ്വിങ്സിലിരിക്കുകയാണോ? അതല്ലെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇറിറ്റബിളായിട്ടിരിക്കുകയാണോ? അതുമല്ലെന്നുണ്ടെങ്കിൽ ഓവലേഷൻ്റെ ടൈമാണോ? എന്തും ആയിക്കോട്ടെ, സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് വരാനായിട്ട്, ഹോർമോണൽ ചേഞ്ചസ് വരാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. മാസത്തിൽ 28 ദിവസം ഉണ്ടെങ്കിൽ 20 ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം എനിക്ക് വല്ലാതെ എൻ്റെ മൈൻഡ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ക്ലീനിങ് എന്ന് വെച്ചാൽ. വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് നടുകുടിഞ്ഞ് കിടക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം. ചെറുതായിട്ട് ഞാൻ കിടക്കുന്ന റൂം, അല്ലെങ്കിൽ ഞാൻ റീഡിങ് ചെയ്യുന്ന ഒരു ടേബിള്, എൻ്റെ ബുക്സൊക്കെ വെച്ചിരിക്കുന്ന ഇടം, പിന്നെ എൻ്റെ മോളുണ്ട്, അവളുടെ തലയിലിടുന്ന ബണ്ണുകളാവട്ടെ ക്ലിപ്സ് ആവട്ടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വലിച്ചു വാരിയിടും. ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. അടുക്കി ഇരിക്കുവാണെങ്കിൽ പോലും ഒന്ന് അവിടേക്ക് ഒന്ന് തുടച്ച് അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേന് വല്ലാത്തൊരു സന്തോഷം തോന്നും. അതായത് നമുക്കൊരു സെൻസ് ഓഫ് കൺട്രോൾ കിട്ടും. അതായത് നമ്മൾ ആക്റ്റീവ്ലി സംതിങ് ചെയ്യുമ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ക്ലീനിങ് ഒരു ലുക്ക് കിട്ടുമല്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന കാണുമ്പം നമുക്കതൊരു സൈക്കോളജിക്കൽ ബൂസ്റ്റാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ കുറഞ്ഞു കിട്ടാറുണ്ട്. അതായത് വിഷ്വലി മെസ്സായിട്ട് ഇരിക്കുന്ന ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം അത് ഒന്ന് കുറച്ച് നമ്മുടെ ഒരു മെൻ്റൽ കാംനെസ് കൊണ്ടുവരാനായിട്ട് ക്ലീനിങ് തെറാപ്പി ഹെൽപ്പ് ചെയ്യും. ഇതെന്ന് വെച്ചാൽ ഒരു തെറാപ്പിയാണ്, മെൻ്റൽ തെറാപ്പിയാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും കൂടും. ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാനും പഠിക്കാനും വായിക്കാനും ഒക്കെ ആർക്കും ഇഷ്ടമില്ലാത്ത, അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ അത് കൂട്ടും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് കെമിക്കലായ ഡോപ്പമിൻ. ആ ഡോപ്പമിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹാപ്പി ഹോർമോൺ ആണെന്ന്. ഈ സാധനം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മൂഡ് എൻഹാൻസ്ഡ് ആയിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ആഹാ, ഇന്ന് പഠിച്ചു കളഞ്ഞേക്കാം, ഇതെല്ലാം ഒന്ന് ചെയ്ത് കളഞ്ഞേക്കാം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ബെറ്റർ സ്ലീപ്പ്. അതായത് ക്ലീൻ ആയിട്ടുള്ള റൂമിൽ കിടന്ന് ഉറങ്ങാൻ ആർക്കും ഇഷ്ടമില്ലാത്ത കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങും. അപ്പം അതേ ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ ബുക്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബെഡിൻ്റെ ഹെഡ് സൈഡിൽ തന്നെ ബെഡ് ടൈം ബുക്സ് കീപ്പ് ചെയ്യുന്നത് ഞാൻ ഇവിടെയാണ് കേട്ടോ. എനിക്ക് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ എൻ്റെ ബുക്സിൻ്റെ ബുക്ക് മാർക്കൊക്കെ എടുത്ത് ഞാനിനി അത് കിടന്ന് നല്ലപോലെ ഒന്ന് കാമായിട്ട് വായിച്ച് ഒരു ചെറിയ കപ്പ് ചൂട് പാലൊക്കെ കുടിച്ച് ഞാൻ ഉറങ്ങാൻ പോവാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം.